കാപ്പിൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് എത്തിയിട്ടുള്ളത് വർക്കലയാണ്. വർക്കലയിലടുത്ത് കാപ്പിൽ ബീച്ച്. വർക്കലടുത്ത് കാപ്പിൽ ബീച്ച് എത്തിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ജെല്ലി ഫിഷിനെ കിട്ടും. ഇവിടെ നിറച്ച് ജെല്ലി ഫിഷ് ഉണ്ട്. നമുക്ക് അവിടേക്ക് നിറച്ച് നിൽപ്പുണ്ട്. ഹായ്, സൂപ്പറായിട്ടുണ്ട് ജെല്ലി ഫിഷസ്. ഓ, അതെന്തോ കൈ കടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമുക്ക് കാപ്പിൽ ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ ജെല്ലി ഫിഷിനെ കാണാൻ പറ്റുമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പക്ഷേ ലാസ്റ്റ് ടൈം വന്നപ്പോൾ കണ്ടു, പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇതാ ഇവിടെ അങ്ങൊക്കെ നിറച്ച് കിടക്കുന്നു ജെല്ലി ഫിഷസ്. ഇതിനൊന്നിനെ പിടിച്ചുകൊണ്ട് പോയാലിടാമല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, ജെല്ലി ഫിഷസ് ബീച്ചിലെത്തിയിട്ടുണ്ട്. ഞാനും അമലും ഇരിപ്പുണ്ട്. അമലിവിടെ ഇരിപ്പുണ്ട്. അതിനുശേഷം നമുക്കിവിടെ വന്നപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റിയ കാഴ്ച ഇവിടെ നിറച്ച് ജെല്ലി ഫിഷസ് ഉണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിരിക്കാം. അവിടെ കണ്ട അതൊരു ജെല്ലി ഫിഷാണ് ഒരെണ്ണം. പിന്നെ ഇവിടെ നമുക്ക് ഫുള്ള് ജെല്ലി ഫിഷ് ഒത്തിരി കാണാൻ വേണ്ടി പറ്റും. ഇത് അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ പല കളർ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് കളറിൽ ഇടയ്ക്കത്. അവിടെയൊക്കെ എല്ലാം ജെല്ലി ഫിഷ് ഉണ്ട്. പിന്നെ ഇതാ ഇവിടുന്ന് വലുത് പോയല്ലേ വലിയ ജെല്ലി ഫിഷ്? പോയി ഓക്കെ, ആ ജെല്ലി ഫിഷ് മിസ്സായി. അടുത്തിവിടേക്ക് ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ കുഞ്ഞു കുഞ്ഞ് നത്തകളും എല്ലാം ഉണ്ട്. കണ്ട ആ സൈഡിലേക്ക് ഇതൊക്കെ നിറച്ചുണ്ട്. ഇതാ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നിറച്ചുണ്ട്. പിന്നെ പയ്യന്മാർ അവിടെ നടക്കുന്നുണ്ട്. ആ ഒരു പ്ലേസിലൊക്കെ വലിയ ആഴമില്ലാണ്ട്, ആഴമില്ലാത്തതുകൊണ്ട് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. അത്രയും ആ ഒരു പ്ലേസിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഷെയ്ഡ് കാണാം. കണ്ട വീഡിയോയിൽ അവിടെയുള്ള മരങ്ങളുടെ ഷെയ്ഡ് ഈ ഒരു പ്ലേസിലേക്ക് വരുന്നുണ്ട്. അതൊരു പ്രത്യേക ഒരു ബ്യൂട്ടിയാണ് ഇവിടെ കാണാൻ. ഇത് കാപ്പിൽ ബീച്ചിൻ്റെ ബ്യൂട്ടിയാണ്. നമുക്കിനി അവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഇവിടെ ഫുള്ള് കാറ്റാടി മരങ്ങളുണ്ട് ഇവിടെ നിറച്ച്. അതിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കാനും കുറച്ച് തണുപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ലൊക്കേഷൻ. ഇവിടെ അമല് എൻ്റെ കൂട്ടുകാരെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കുറച്ച് ഹൈറ്റ് കാണിച്ചില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അവിടെ കണ്ട ഇത്രയും നമുക്ക് നടന്നു വരാമെന്നുള്ളതേ ഉള്ളൂ. വലിയ ആഴമില്ലാണ്ട കുറേ പേർ നടന്ന് കാണിച്ചു തരുന്നുണ്ട്. അവിടെ കൂടെ നടന്നാൽ ആഴമില്ലെന്നറിയാൻ വേണ്ടിതാ അവന്മാരതിവിടെ നടക്കുന്നുണ്ട്. കണ്ട ഒട്ടും ആഴമില്ല. പക്ഷേ ഇവിടെയാണ് അതിൻ്റെ അകത്താണ് നമ്മുടെ ഇതുള്ളത്. ജെല്ലി ഫിഷ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതാ അവിടെ അവർ വിളിച്ചൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. കണ്ട അവർ നിൽക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ആ ഡിസ്റ്റൻസ് എത്ര മാത്രമാണ് ദൂരം, അല്ല ആഴം എത്രയാണുള്ളതെന്ന്. ദൂരം ആഴമില്ല. എടാ നീ ഇവിടെ വേഗം നോക്കിക്കോ, ഞാൻ അപ്പുറത്ത് ഇട്ട് വരാമേ. ഇവിടെ നിന്ന് തൊട്ട് അടുത്തുള്ള കടവിലേക്ക് എവിടുത്തെ കാഴ്ച അത് തൊട്ട് അവിടത്തേലുള്ള ഇവിടെ തൊട്ടടുത്തത് ഇവിടെ വരുമ്പോൾ ഇവിടെ ജെല്ലി ഫിഷ് വേറെ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. ഇവിടെ ജെല്ലി ഫിഷില്ല. ഇവിടെ പക്ഷെ നിറച്ച് നത്തമുണ്ട്. ഇവിടെ കണ്ട നിറച്ച് നത്തമുണ്ട്. ഇവിടെ വീണ്ടും ജെല്ലി ഫിഷില്ല. അവിടെ കുറച്ച് ജെല്ലി ഫിഷ് നിൽപ്പുണ്ട്. കണ്ട വേറെ കളർ, ചെറിയ കളറിൽ വേരിയേഷൻ വരുന്നുണ്ട്. ചെറിയ നീല പിന്നെ ഒരു ഷെയ്ഡിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ വലുതായിട്ടൊന്നും കാണാനില്ല. ഇവിടെ ജെല്ലി ഫിഷ് ഐ തിങ്ക് ഇവിടെ കുറച്ച് മീനുകൾ പോകുന്നുണ്ട്. വേറെ മീനുകളൊക്കെ പോകുന്നുണ്ട്. കണ്ട വരയുള്ള വേറെ മീനുകൾ പോകുന്നുണ്ട്. പിന്നെ ഒരു ജെല്ലി ഫിഷ് ഇവിടെ നിന്ന് മൂവായി പോകുന്നുണ്ട്. കണ്ട നല്ലൊരു നീല കളർ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ജെല്ലി ഫിഷിൽ. ഓക്കെ, അപ്പോൾ ഈ ജെല്ലി ഫിഷിനെ കണ്ടപ്പോൾ തന്നെ കുറേ വീഡിയോ എടുക്കാൻ തോന്നി. വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക ജെല്ലി ഫിഷസിനെ. ഓക്കെ, അവിടെ വേറൊരു ജെല്ലി ഫിഷ് പോകുന്നുണ്ട്. ആ ജെല്ലി ഫിഷിൻ്റെ ചെറിയൊരു പിങ്ക് ഷെയ്ഡുള്ള ജെല്ലി ഫിഷ് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് മീനുകളെ കാണാൻ പറ്റി. ഇനി ഇവിടെ നിന്ന് ആ സൈഡിലേക്ക് ഇവിടെയാണ് ഇവിടെ നമ്മുടെ മെയിൻ ബീച്ചിൻ്റെ ഭാഗം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു റീജിയനിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അമലിൻ്റെ ആ കാപ്പിൽ ബീച്ചിലൂടെ നടക്കുകയാണ്. കാപ്പിൽ ബീച്ചിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ദിസ് ഈസ് കാപ്പിൽ ബീച്ച്. ഓക്കെ, ഇവിടെ കാണുന്നതെല്ലാം കാപ്പിൽ ബീച്ചിൻ്റെ കാഴ്ചകൾ. അവിടെയൊക്കെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. മരങ്ങളും പിന്നെ ഒരു സൈഡ് നമ്മളെ കടൽ, പിന്നെ ഇങ്ങനെ നടന്ന് വരാനുള്ള ഇതുണ്ട്. കടൽ ഒരു സൈഡ് കായലിൽ നടന്നു പോകാമെന്നുള്ളതേ ഉള്ളൂ. ആഴമില്ല. നിറച്ച് എന്തിനാ കാണാം. എടാ മറ്റേ സാധനത്തിൻ്റെ പേരെന്തിനായിരുന്നു? ജെല്ലി ഫിഷസിനെ കാണാൻ നിറച്ച് ആൾക്കാരുണ്ട് ഇവിടേക്ക്. നല്ല കാറ്റുണ്ട്. ഇപ്പോൾ നമ്മൾ കാപ്പിൽ ബീച്ചിൽ നമ്മൾ ഇനി അപ്പുറത്തെ പ്ലേസിലേക്ക് പോകാൻ പോവുകയാണ്. ആൾക്കാരൊക്കെ നിറച്ച് വരുന്നുണ്ട്. ഒരു പൊഴി പോലെയാണ്. ഇത്രയ്ക്കും അപ്പുറത്ത് പോകാൻ പറ്റില്ലല്ലോ ഇത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ ഇപ്പോൾ വെള്ളം കുറവാണ്. ഇവിടെയൊക്കെ നിറച്ച് കൂടെ അവിടെ നിറച്ച് ജെല്ലി ഫിഷ് കിടക്കുന്നുണ്ടാ. കുറേ കവറല്ലേ ജെല്ലി ഫിഷ് ഉണ്ട്, കുറച്ച് കിടക്കുന്നുണ്ടാ. യെസ്, നമ്മുടെ കേരള ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ് ഫ്രണ്ട്സ് ഇത്. ഇവിടെ നേരത്തെ ഞാൻ കണ്ടപ്പോൾ കുറച്ച് നല്ല മീനുകളൊക്കെ പോയിട്ട് അതുവഴി. ഇതിൻ്റെ ആ സൈഡിൽ കൂടെ പോയിക്കഴിഞ്ഞാൽ നല്ല കുഞ്ഞു മീനും കാണാൻ പറ്റും. കണ്ട അതുവഴി പോയാൽ അവിടെ കൂടെ കുഞ്ഞു മീൻ പോകുന്നുണ്ടാ. ഫ്രണ്ട്സ് എല്ലാം മീൻ ചെയ്യണം. അതൊക്കെ മീൻ ചെയ്യണണ്ടാ. നിറച്ച് കുഞ്ഞു മീനുകൾ പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നോക്ക്, അവിടെ ജെല്ലി ഫിഷ് കിടക്കുന്നുണ്ട്. അവിടെ കുഞ്ഞു ജെല്ലി ഫിഷുകളൊക്കെ നോക്ക്.
ഇത് കുറേ മീനുണ്ട് കേട്ടോ. അത് ഇവിടെ ഒരു സെക്ഷൻ മീൻ. ഇതിലിപ്പം കയ്യിൽ പിടിച്ച് വെച്ചിരിക്കുന്നു. മനസ്സിലായോ? ഇവിടെ നമുക്ക് കുറച്ച് കടലിൻ്റെ ഭാഗം കാണാൻ പറ്റുന്ന പ്ലേസാണ്. ഇതാ ഇവിടെ ഷൂട്ട് ഒന്നൊന്നുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നണില്ല. കടൽ എൻ്റെ മോളിക്ക് അറിയില്ല. വാ ഇവിടെ ചർക്കണോ ഇത്? ഓക്കെ ഫ്രണ്ട്സ്, അവിടെയൊക്കെ പയ്യന്മാർ നിൽക്കൊണ്ട് വേണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ മുകളിലായിട്ടുണ്ട്. നീ ഇപ്പോൾ ശരി താമരം ഞാനിവിടെ നമ്മുടെ മുകളിൽ ആ ബീച്ചിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്ന് അത്യാവശ്യം തണുപ്പുണ്ടല്ലോ. കാറ്റിൽ വേറെ ലെവലാണ്. നമ്മളിനി അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. കാപ്പിൽ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകും. നമ്മൾ കാപ്പിൽ ബീച്ചിൽ വന്ന് അവിടെ വന്നിട്ട് അതിനുശേഷം അങ്ങോട്ട് പോയി നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നത്, പിന്നെ കുറച്ച് പേരുടെ വന്ന് ഇരിക്കാൻ പറ്റിയ സല്ലപിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസൊക്കെയാണ് അവിടെയൊക്കെ. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്നു. നടന്ന് ഇപ്പോൾ അവിടെ എത്തും. അമ്മ വരില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ ഞാൻ കഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. എടാ അവിടെ നല്ല രസമുണ്ട്. അതിൻ്റെ ഒരു സൈഡാണ് മറ്റേ ഇതുള്ളത്. കണ്ടൽ കട കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അപ്പുറത്തെ സൈഡ്. അപ്പോൾ അത് തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡ് കണ്ടൽ. എല്ലാം നമ്മുടെ കാപ്പിൽ ബീച്ച് അവിടെയാണ്. കാപ്പിൽ ബീച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇവിടെ ഇരിക്കാനൊക്കെ കുറച്ച് കൊള്ളാൻ കണ്ട നല്ലൊരു പച്ചപ്പ്, ഒരു ബ്യൂട്ടിയൊക്കെ ഉള്ളൊരു പ്ലേസാണ് കണ്ട. ഈ ഒരു ഭാഗം നോക്കിയാൽ നല്ല പച്ചപ്പുണ്ട്. പിന്നെ അതിന് ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെഡിങ് ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ച് വെഡിങ് ഷൂട്ടൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കണ്ട. ഓക്കെ, അവിടെ നല്ലൊരു കൂൾ ക്ലൈമറ്റും കൂടെയാണല്ലേ. ഇത് കൂടെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് വന്നിട്ടാണ് അവരുടെ വെഡിങ് ഷൂട്ട് ചെയ്യുന്നുണ്ടോ? വേറെ ആരും എടുത്തെടുക്കാനില്ല. പഞ്ഞടാ നോക്ക് ഫ്രണ്ട്സ്, അവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് വെഡിങ് ഷൂട്ട്. നേരത്തെ വന്ന് അവരോട് വന്നല്ല, അവർ ബ്രൈറ്റ് ട്യൂബിക്ക് വന്നേണ്ട. അവിടെ കുറച്ച് ടീം ബ്രൈറ്റ് ട്യൂബിക്ക് വന്ന് ഇവർ സ്വന്തമായിട്ട് തന്നെ വന്ന്. ഇവിടെ ഞാനും ഇനി എൻ്റെ കല്യാണത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ക്യാമറ എല്ലാം ഉള്ളതുകൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഞാൻ അങ്ങനെ ഒറ്റയ്ക്കാണ്. അവർ ബ്രൈറ്റ് ട്യൂബ് ഫ്രണ്ട്സ് കണ്ട. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കണ്ട രണ്ടുപേരും ഇങ്ങനെ വേണോ അല്ലടാ, ചുമ്മാ പൈസ കളയണത് ആവശ്യമില്ല. ഇത് എത്ര നല്ല ഫോട്ടോ കിട്ടുവാണോ ഇതിൽ? ഇല്ല, അവർ ഉദ്ദേശിക്കുന്ന എല്ലാ ഇതും കിട്ടുന്നില്ല. യെസ് ഫ്രണ്ട്സ്, കട്ടിയുള്ള മണ്ണ്. നമ്മളിനി ഇവിടെ നിന്ന് ചലിക്കാൻ പോവുകയാണ് ഞാനും അമലും കൂടെ. അപ്പോൾ കാപ്പിൽ ബീച്ചിൽ വരേണ്ട സമയം എപ്പോഴാണ്? ഏകദേശം ഒരു വൈകുന്നേരങ്ങളിൽ വരണമെന്നല്ലേ കുറച്ച് ബെറ്റർ അല്ലേ ഡാമിലെ? യെസ്, അപ്പോൾ കാപ്പിൽ ബീച്ചിൽ നമ്മൾ വൈകുന്നേരം വരുന്നതാണ് ബെറ്റർ. പിന്നെ അതിനുശേഷം നമുക്ക് ഇനി ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം വർക്കല പോകുന്നു. അപ്പോൾ നമ്മൾ 2 വീഡിയോ ടാർഗറ്റ് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ പോകണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.